ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. കുറേ അപ്ഡേറ്റുകൾ പറയാനുണ്ട്, പക്ഷെ എല്ലാ അപ്ഡേറ്റുകളും ഞാൻ പറയുന്നില്ല. കാരണം എല്ലാ അപ്ഡേറ്റുകളും എൻ്റെ അടുത്തില്ല. അതുകൊണ്ടുള്ള കുറച്ച് അപ്ഡേറ്റ് പറയും. എന്ത് തേങ്ങയാണെന്ന് പറയണമെന്ന് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരെ അപ്ഡേറ്റിലേക്ക് പോവാണ്. ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങാം. എന്ന് വെച്ചാൽ ഉള്ള അപ്ഡേറ്റുകൾ ചെറുതിൽ നിന്ന് തുടങ്ങാം. ഒന്ന്, സൂരീസ്, സൂര്യല്ല സൂരീസ് നെക്സ്റ്റ്. സൂര്യയുടെ ഒക്കെ ഒരു സിനിമ ഇപ്പൊ വരുമ്പോ വൻ ഡിമാൻഡാണ്. മറ്റത് ഭയങ്കരമായിട്ടുള്ള ഒരു കോമഡി നടൻ, കൊമേഡിയൻ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി വിടുതലൈ എന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമ വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള റേഞ്ചിലേക്ക് കയറിയുള്ള ആളാണ് സൂരി. അതല്ലാതെ പുള്ളിന്റെ വേറെയും കുറെ സിനിമകൾ നായകനായിട്ട് ഇപ്പൊ വന്നു. എന്നിരുന്നാൽ പോലും അടുത്ത പടം എന്ന് പറഞ്ഞു വരുന്നത് ടൈറ്റിൽ ലുക്ക് ടുമോറോ 11:30 AM 11:30 നാളെ രാവിലെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. രണ്ട്, ജിങ്കുച്ച, വായി തോന്നിയ പറഞ്ഞല്ല. ഫ്രം ടുമോറോ ദ തഗ്സ് സിംഗ് ആൻഡ് ഡാൻസ് കോൺകറിംഗ് ദ വേൾഡ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. തഗ് ലൈഫ് ഫസ്റ്റ് സിംഗിൾ ജിങ്കുച്ച റിലീസിങ് ടുമോറോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ടോ മച്ചാനേ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ട്. 5 ജൂൺ 2025 അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറൊന്നും കൊടുത്തില്ല. ഇത് പടം റിലീസ് ആവുന്നതാട്ടോ, വേറൊന്നും കൊടുത്തിട്ടില്ല. ഫ്രം ടുമോറോ മാത്രമേ ഉള്ളൂ. ടൈം ഇതിൽ കൊടുത്തിട്ടില്ല. ഭാവിയിൽ ടൈമും കൂടെ അവർ പ്രഖ്യാപിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും തഗ് ലൈഫ് വൻ പ്രതീക്ഷയോടെ വരുന്ന സിനിമ തന്നെയാണ്. തഗ് ലൈഫിന്റെ ഗ്ലിംസ് ഒക്കെ ഗംഭീരമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്ലിംസ് ആണെങ്കിലും അതിന് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ ഗംഭീരമായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് വൺ ആൻഡ് ഓൺലി കമൽ ഹാസൻ, ഉലക നായകൻ. അത് അത് അവിടെ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. അതല്ലാതെ നമ്മുടെ ചിമ്പു ഉണ്ട്, സിംബു, പുള്ളിക്കാരനൊക്കെ ഉണ്ട്, കണ്ടറിയാം. ഇനി പറയാനുള്ളത് ഹൃദയപൂർവ്വത്തിന്റെ ഒരു പോസ്റ്റർ അല്ല, ആക്ച്വലി അവിടെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ലൊക്കേഷൻ സ്റ്റിൽ. കുറെ ആളുകൾ അയച്ചിരുന്നു, താങ്ക് യു അയച്ചു തന്നവർക്കെല്ലാം. പൂനെയിൽ ഡേ 38 ആണ്, 38ാമത്തെ ദിവസം ഹൃദയപൂർവ്വത്തിന്റെ ഒരു സ്റ്റില്ലായിരുന്നു. അവിടെ ഡയറക്ടറാണോ അത്, ഇങ്ങനെ ഡയറക്ടർ അല്ല, ക്യാമറമാനോ സിനിമാറ്റോഗ്രാഫറോ ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ അവിടെ ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ അവിടെ ചെറിയ ബ്ലറായിട്ട് കാണാം. ബ്ലർ ആണെങ്കിലും ശരി, നേലാണെങ്കിലും ശരി, തിരിഞ്ഞാലും ശരി, നേരെന്നാലും ശരി, ചെരിഞ്ഞാലും ശരി, ലാലേട്ടനെ മലയാളികൾക്ക് മനസ്സിലാവും. ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ആ ലൊക്കേഷനിലെ കുറെ കാര്യങ്ങളൊക്കെ എന്തായാലും ഹൃദയപൂർവ്വം ഈ പറഞ്ഞ പോലെ സത്യനന്ദിക്കാട് മൂവി ആണെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു കോംബോ, ഇപ്പൊ പ്രിയദർശൻ ലാലേട്ടൻ പടം വരുന്ന പോലെ തന്നെ സത്യനന്ദിക്കാട് ലാലേട്ടൻ പടം വരുമ്പോൾ നല്ലൊരു ഫാമിലി എന്റർടൈനർ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ഗംഭീരമായ ഒരു സിനിമയായിരിക്കും നമുക്ക് വിചാരിക്കും. ഇതിനു മുമ്പ് കുറെ സ്റ്റിൽസ് വന്നിട്ടുണ്ടായിരുന്നു, മെട്രോയിൽ വെച്ചിട്ടുള്ളതും ട്രെയിനിന്റെ അകത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മാലവിക മേനോൻ തന്നെയല്ലേ ഇതിലെ നായിക. പുള്ളിക്കാരിയൊക്കെ പറയുന്ന പോലെ ഇത്തരത്തിലൊരു കോംബോ അതിന്റെ ഭാഗമാവാൻ സാധിക്കുക എന്നുള്ളത് ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിലും അത്തരത്തിലൊരു കോംബോ വീണ്ടും ഒരു വലിയ കംബാക്ക് നടത്തട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ്, അറ്റ്ലീസ്റ്റ് മീ. ഇനി പറയാനുള്ളത് മക്കളെ റെട്രോനെ കുറിച്ചിട്ടാണ്. റെട്രോനെ കുറിച്ച് എന്താ പറയാനുള്ളത്? 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇന്നലെ വന്നിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു. ഇപ്പോഴും അതിനെ കുറിച്ച് കുറെ ഈ പോസ്റ്റേഴ്സ് ഒക്കെ വീണ്ടും വീണ്ടും റീപോസ്റ്റ് ചെയ്യുന്നുണ്ട് പല ആളുകളും. 18/4/25. എന്താണ് ഈ 18/4/25 ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ആണ്. നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം, ചെന്നൈ, 5 PM വെച്ചിട്ടുള്ളത്. അപ്പൊ 5 മണിക്ക് തന്നെ ട്രെയിലർ വരാൻ സാധ്യതയില്ല. 5 മണിക്ക് ഇത് തുടങ്ങും. അപ്പൊ ഒരു 6 മണി 7 മണിക്ക് ആകുമ്പോഴേക്ക് അതിന്റെ ഉള്ളിൽ എന്തായാലും ട്രെയിലർ ലോഞ്ച് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. വളരെ പ്രതീക്ഷയോടെ, ഒരു പക്ഷെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് റെട്രോ. അതിനു മുമ്പ് 25-ാം തീയതി നമ്മുടെ തുടരുണ്ട്, അതും വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. എന്നാൽ പോലും ഒരു പാൻ ഇന്ത്യൻ രീതിയിലൊക്കെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെട്രോയാണ്. എനിക്ക് എന്താ അറിയില്ല, കാർത്തിക് സുബ്ബരാജ് മൂവികളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അത് ഒരു വലിയ മെയിൻ ഫാക്ടറാണ്. 2, സൂര്യയെ പോലെ ഒരു നടിപ്പിൻ നായകൻ എന്നൊക്കെയുള്ള പേരിനോട്, ആ പേരിനോട് ഏറ്റവും എന്താ പറയുക അനുയോജ്യനായിട്ടുള്ള ആളെന്ന രീതിയിലൊക്കെ നമ്മൾ കാണുന്ന ഒരാൾ. അത് കങ്കുവ പോലെ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് ഇട്ടങ്ങി ചവിട്ടിത്തതിന് ശേഷം ഒരു കംബാക്ക്, അതൊരു ഗംഭീര പടത്തിലൂടെ തന്നെ തിരിച്ചു വരണം എന്നുള്ളത് ഒരു എന്താ അറിയില്ല, ഒരു സിനിമാ പ്രേമി എന്നുള്ള ഇതിൽ എല്ലാവർക്കും അത് വലിയ പ്രതീക്ഷയായിരിക്കും. അപ്പോൾ ഞാനും അങ്ങനെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് റെട്രോ. അപ്പോൾ ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഇതിന്റെ വന്നിട്ടുള്ള പാട്ടുകൾ, ഇതിന്റെ വന്നിട്ടുള്ള ടീസർ ഒക്കെ കിട്ടിലൻ സാധനങ്ങളായിരുന്നു. ഇനി ട്രെയിലർ കൂടെ വരുന്ന സമയത്ത് ഓഫ്കോഴ്സ് അതൊരു വൻ സാധനമാകട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് എന്തായാലും ഈ ട്രെയിലർ വരുന്നതോട് കൂടി കൂടും എന്ന് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു എബോ ആവറേജ് എങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് ഇനിയും കൂടും. അപ്പൊ ഹൈപ്പ് കൂട്ടിയാണ് ആരും കുറ്റം പറഞ്ഞു വരരുത്. ഹൈപ്പ് കൊണ്ട് ഉപകാരങ്ങളും ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താവട്ടെ, നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് പറയാം. ഇനി 2D എന്റർടൈൻമെന്റ്സ് ഇന്നലെ പുറത്തു വിട്ടുള്ള ഒരു സംഭവം ഇതിവിടെ പറയണം എന്ന് തോന്നി. അതായത് കുറെ ആളുകൾ ഈ ഓഡിയോ ലോഞ്ചിന് വേണ്ടി ടിക്കറ്റ് മേടിക്കുകയും
ടിക്കറ്റ് പല ആളുകളും വിൽക്കുകയും ചെയ്ത് അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് 2D എന്റർടൈൻമെന്റ്സ് എന്താ പറയുന്നത് വെച്ചാൽ ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത്, റെട്രോ ഫിലിം ഓഡിയോ ലോഞ്ച് ആൻഡ് ട്രെയിലർ ലോഞ്ച് ഈവൻ പാസസ് ആർ നോട്ട് ഫോർ സെയിൽ. ബോർഡ് ലെറ്റേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. വി ഹാവ് നോട്ട് ഓതറൈസ്ഡ് എനി ഏജൻസി ഓർ ഇൻഡിവിജ്വൽ ടു സെൽ ദ ഇവന്റ് പാസസ്. വി അർജ് ദ ഓഡിയൻസ് ആൻഡ് പബ്ലിക് ടു ബി കോഷൻ ആൻഡ് നോട്ട് ടു ബൈ ഓർ എൻകറേജ് ഫേക്ക് പാസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനൊരു പാസ് കൊടുക്കാൻ ഏതെങ്കിലും ഒരു ഏജൻസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെയോ ഒരു വ്യക്തിയെയോ ഇവര് ഓതറൈസ് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല പരിപാടി. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ന്യൂസുകൾ വരികയോ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ തപ്പി നടക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു ഫേക്ക് ന്യൂസ് ആണ്. അത്തരത്തിലൊരു പരിപാടി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം എന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അറിയാലോ, ഓഡിയോ ലോഞ്ച് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അതിന്റെ പാസുകൾ മേടിക്കാനും ഒക്കെ നടക്കും. കങ്കുവൊക്കെ എത്ര വലിയ പരിപാടിയായിട്ട് ചെയ്തത് നമുക്കറിയാം. സോ റെട്രോക്ക് അങ്ങനെ ഒരു പരിപാടി ഇവർ ചെയ്തിട്ടില്ല, അങ്ങനെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇനി പറയാനുള്ളത് അവസാനത്തെ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ജയിലർ ഒന്നുമല്ല എന്നാണ് പറഞ്ഞത്. ജയിലർ ടു ഒന്നൊന്നല്ല പറയുമ്പോൾ ജയിലർ ടുവിന്റെ ഒരു ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് തന്നെ ഇവർ ചെയ്തിട്ടുള്ളത് എത്രമാത്രം വലിയ പരിപാടി നമ്മൾ ആലോചിക്കണം. 3 മിനിറ്റ് ഉണ്ടായിരുന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും അത് ഭയങ്കര പരിപാടിയായിരുന്നു. അതായത് അനിരുദ്ധും നെൽസനും കൂടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു. അതിന്റെ ഇടയിൽ രജനീകാന്ത് തലൈവർ എൻട്രി ചെയ്യുന്നു, ബോംബ് പൊട്ടുന്നു, ഓടുന്നു, മറ്റേതാവുന്നു, വണ്ടി വരുന്നു, ആകെ ബഹളം. പക്ഷെ അതിന്റെ ഒരു ഫീൽ എന്തായിരുന്നു, ഒരു ട്രെയിലർ കണ്ട ഫീലായിരുന്നു. ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് വീഡിയോ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നല്ല റിസ്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ മേക്കിംഗ് നമുക്കറിയാം. അപ്പൊ അത് വലിയ രീതിയിൽ ഒരു ഹൈപ്പിലേക്ക് ഒറ്റടി കയറിയുള്ള സിനിമയാണ്. ജയിലറിന്റെ എഫക്ട് അവിടെ ഉണ്ടെങ്കിൽ പോലും ജയിലർ 2ലേക്ക് വരുമ്പോൾ ലാലേട്ടൻ ഉണ്ടാകുമോ, മറ്റുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ, വേറെ ഏതെങ്കിലും നടന്മാരെ പുറത്ത് കൊണ്ടുവരും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്ലസ് അതിന്റെ മ്യൂസിയം കൂടി ആകുമ്പോൾ വേറെ ലെവൽ സാധനമായിരിക്കും, നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ ഒരു ഹൈപ്പ് തമിഴ് സിനിമയിൽ നിന്ന് വരാനുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലറാണ് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോഴാണ് എൽസിയുടെ അടുത്ത ഭാഗമായിട്ട് ലോകേഷ് കനകരാജ് എൽസിയുടെ ഒരു മാസ് പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ ഹീറോസും ചേർന്നിട്ടുള്ള ഒരു പരിപാടി, അത് പുറത്തു വിടും എന്ന രീതിയിൽ ഒരു സംഭവം പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ എൽസിയു അല്ല, അതുക്കും മേലെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ഹൈപ്പ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സിനിമ വന്നു കഴിഞ്ഞാൽ ജയിലർ 2 ഒന്നുമല്ല രീതിയിലാണ് ഇപ്പൊ കേൾക്കുന്നത്. ഉപേന്ദ്ര ഈ അടുത്ത് കൊടുത്തുള്ള ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിലെ വേഷം എന്നോട് പറയാൻ വരുന്ന സമയത്ത് കഥ എനിക്ക് കേൾക്കണ്ട എന്ന് ലോകേഷിനോട് പറഞ്ഞിരുന്നു. കാരണം രജനീകാന്ത് അഭിനയിക്കുന്ന സിനിമയിൽ, നായകനാവുന്ന സിനിമയിൽ ഒരു സൈഡ് റോൾ ഒന്ന് വന്നു പോകാനാണെങ്കിൽ പോലും ഞാൻ റെഡിയാണ് എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ എന്ന രീതിയിൽ ഉപേന്ദ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് അദ്ദേഹം പറഞ്ഞത് ഇതിലെ ക്യാരക്ടർ ഒരു ഗംഭീര കഥാപാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ നാഗാർജുന, അതുപോലെ കുറെ അമീർ ഖാൻ, രജനീകാന്ത് ഇവരുടെയൊക്കെ കൂടെ ഉള്ള കോമ്പിനേഷൻ സീനും ഇദ്ദേഹത്തിനും ഉണ്ട്. അത് കൂടാതെ എല്ലാ താരങ്ങളെയും ഒരു ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ രീതിയിലുള്ള സീനുകളും ഇതിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഗംഭീര സീനായിരിക്കും. അത് വരുന്നതോടുകൂടി മറ്റുള്ള സിനിമകളുടെ ഹൈപ്പൊക്കെ പോകും എന്നാണ് ആരാധകർ പറയുന്നത്. അദ്ദേഹം ഇത്ര വരെ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും ഒരു ഫ്രെയിമിൽ കാണുന്നു. പക്ഷെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതോടുകൂടി ജയിലർ 2 ഒന്നും അല്ലാതെ പോകുന്ന രീതിയിലാണ് വാർത്ത കേൾക്കുന്നത്. ഇനി ജയിലർ 2 ആണെങ്കിലും കൂലി ആണെങ്കിലും ശരി, രണ്ടിലും നായകൻ ഒരേ ഒരു തലൈവർ. അപ്പൊ ഏതിന് ഹൈപ്പ് കയറി കഴിഞ്ഞാലും ആരാധകർക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. അതുകൊണ്ട് വലിയ കച്ചറയും പ്രശ്നങ്ങളൊന്നും ഇതിന്റെ പേരിൽ വരാനുമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ജയിലർ 2 ഒരു വിഭാഗം ആരാധകരും കൂലിക്കൊരു വിഭാഗം ആരാധകരും അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കൂലി ഓഫ്കോഴ്സ് നമ്മുടെ ലോകേഷിനോടുള്ള ഇഷ്ടം കൊണ്ട് കുറച്ച് ആളുകൾ ഒരു പക്ഷെ വന്നേക്കാം. എന്നിരുന്നാൽ പോലും രജനീകാന്ത് എന്നുള്ള ഫാക്ടർ അവിടെ ഉള്ളതുകൊണ്ട് ആദ്യത്തെ മെയിൻ ഇമ്പോർട്ടന്റ് ഘടകം അത് രജനി തന്നെയാണ്. അപ്പൊ ഏത് സിനിമ ഏറ്റവും ടോപ്പ് പോയി കഴിഞ്ഞാലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാനില്ല. അവരുടെ പ്രാർത്ഥന എത്ര ഉണ്ടാവുള്ളൂ, രണ്ടും ഹിറ്റ് ആവണം. ദാറ്റ്സ് ഓൾ. പിന്നെ ഞാനടക്കമുള്ള സിനിമ പ്രേമികൾ തീർച്ചയായിട്ടും കാത്തിരിക്കുന്നത് രജനീകാന്തിന്റെ ഒരു സ്വാഗ് ആൻഡ് സ്റ്റൈൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് അതാണ്. കൂലിയിൽ അത്തരത്തിലൊരു ഗംഭീരമായിട്ടുള്ള മാക്സിമം അദ്ദേഹത്തിന്റെ സ്വാഗും സ്റ്റൈലും യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. കാരണം അത്തരത്തിലാണ് സൂര്യനെ ആണെങ്കിലും വിജയനെ ആണെങ്കിലും ഇനി എന്തിനും പറയണം, നമ്മുടെ എന്താ പറയുക കമൽഹാസനെ ആണെങ്കിൽ പോലും നമ്മുടെ ലോകേഷ് സിനിമയിലൂടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ രജനീകാന്തിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെയൊക്കെ മുകളിൽ പോകുന്ന രീതിയിൽ ഒരു പക്ഷേ ഒരു സ്വാഗ് ആൻഡ് സ്റ്റൈൽ ഈ സിനിമയിലൂടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവി കൂടിയാണ്. അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ മുഴുവനായിട്ട് രജനീകാന്തിനെ യൂസ് ചെയ്തിട്ടൊരു സാധനമായിരിക്കാം ഒരു പക്ഷേ ഈ കൂലിയിലൂടെ അദ്ദേഹം തരാൻ പോകുന്നത്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? കൂലിയാണോ, ജയിലറാണോ, അല്ല റെട്രോ ആണോ, തുടരുവാണോ, എന്താണെന്നുള്ളതൊക്കെ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ച് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ